വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബർത്ത്ഡേ ഗിഫ്റ്റ്, ആനിവേഴ്സറി ഗിഫ്റ്റ് തുടങ്ങി ഒട്ടനവധി സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. എന്നാൽ എന്തൊക്കെയാണ് അയക്കാൻ പറ്റുന്നത്, എന്തൊക്കെ അയക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങൾ പലർക്കും അറിയില്ല. നമുക്കതൊന്ന് നോക്കിയാലോ. ഡോക്യുമെന്റ്സ്, ബുക്സ്, സ്പോർട്സ് ഐറ്റംസ്, ഡ്രസ് മെറ്റീരിയൽസ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഇവയെല്ലാം തപാൽ വഴി അയക്കാൻ സാധിക്കുന്നതാണ്. ഇനി തപാൽ വഴി അയക്കാൻ സാധിക്കാത്തവ ഏതൊക്കെയെന്ന് അറിയണ്ടേ? എക്സ്പ്ലോസീവ്സ്, കൊറോസീവ്സ്, പെസ്റ്റിസൈഡ്സ്, ലൈവ് ക്രീച്ചേഴ്സ്, കത്തി പോലുള്ള ഷാർപ്പ് എഡ്ജ് ഐറ്റംസ് ഇവയൊന്നും തപാൽ വഴി അയക്കാൻ സാധിക്കുന്നതല്ല. മെഡിസിൻസ് തപാൽ വഴി വിദേശത്തേക്ക് അയക്കുന്നതിന് എഡിസിയുടെ NOC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. എഡിസിയുടെ NOC സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ID പ്രൂഫ്, പ്രിസ്ക്രിപ്ഷൻ ഫ്രം എ ഡോക്ടർ, മെഡിസിൻ പർച്ചേസ് ബിൽ, മെഡിസിൻ ഫോട്ടോ, അതേപോലെ NOC റിക്വസ്റ്റ് ഇവയെല്ലാം ADCക്ക് മെയിൽ ചെയ്താൽ 48 മണിക്കൂറിനുള്ളിൽ NOC സർട്ടിഫിക്കറ്റ് ഇമെയിൽ വഴി ലഭ്യമാക്കുന്നതാണ്. ചില തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിന് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലിഥിയം അയൺ ബാറ്ററി അടങ്ങിയിട്ടുള്ള മൊബൈൽ ഫോൺ പോലുള്ളവ. അവ അയക്കാൻ പാടില്ല എന്നുള്ളതല്ല, അവയ്ക്ക് എയർ ലിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് തീർച്ചയായും സർഫസ് വഴി അയക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കുണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ലിക്വിഡ് ഐറ്റംസ്. ലിക്വിഡ് ഐറ്റംസും നമുക്ക് അയക്കാവുന്നതാണ്. അവ നന്നായി ഡബിൾ ലെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയക്കാവുന്നതാണ്. കാരണം അത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള തപാൽ ഉരുപ്പടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടിയിട്ടാണ്. ഒരു കാര്യം കൂടി, അയക്കുന്ന സാധനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ ഇല്ലെന്ന് കസ്റ്റമർ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. പാർസൽ വേയിങ്, പാക്കിംഗ്, ബുക്കിംഗ് എല്ലാം ഒരു സ്ഥലത്ത്. ഫാസ്റ്റ് ഡിസ്പാച്ച്, ട്രസ്റ്റഡ് ട്രാക്കിംഗ്, ഇത് ഇന്ത്യ പോസ്റ്റിന്റെയും RMSന്റെയും ഉറപ്പ്.